നമ്മൾ ലോഡ് കയറ്റിയിട്ട് വെളിയിറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ചെറുക്കൻ ബില്ല് മേടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും. ഇത് നേരത്തെ നന്ദു എന്ന് പറഞ്ഞൊരു പയ്യ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. 95-51. ഇപ്പം അഖിൽ എന്ന് പറയുന്നൊരു ചെറുക്കൻ നമ്മൾ ഇറങ്ങാണ്. അവനാണ് ഓടുന്നത്. അവൻ വണ്ടിക്ക് പേരൊക്കെ അടിച്ചിട്ടുണ്ട്. എന്താണ് ക്യാപ്റ്റൻ എന്നാണ് കേട്ടോ. അപ്പം അതാണ് അവൻ്റെ വണ്ടി. ഇതാണ് ഇത് വേറെ അളിയൻ്റെ വണ്ടി. നമ്മുടെ വണ്ടി അപ്പുറത്ത് കിടക്കുകയാണ്. നമ്മുടെ വണ്ടി ഇതാ കിടക്കുന്നു. ഇതാണ് നമ്മുടെ വണ്ടി. ചെറുക്കൻ്റെ അവിടെ കയറ്റി സെറ്റായിട്ട് കിടക്കുകയാണ്. ARSൻ്റെ വണ്ടി. ARSൻ്റെ വേറൊരു ചെറുക്കനാണ്. അളിയൻ ക്യാപിറ്റൽ ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പം അളിയൻ ARSൽ ഓടുക. അളിയൻ്റെ പേര് സജിൻ എന്നാണ്. കായംകുളോ എന്താണ്? നിന്നെ എടുത്തേക്ക. നീലടാ 95-51 ഓടിക്കുന്നത്. കൊടയൊന്നുമില്ല. കൊടയില്ല. ഓക്കെ. അവൻ കൊടയൊക്കെ മേടിച്ചോണ്ട് പോവുക. ഇറങ്ങാൻ പോട്ട് വേണേ വാങ്ങണേ. നിങ്ങളെ പാക വീഡിയോ എടുக்கிறேன். நீ தான் இங்க மெயின். എന്റെ വണ്ടി ഒന്ന് എന്റെ വണ്ടി ഞാൻ അപ്പുറത്ത് കിടപ്പുണ്ട്. എന്റെ വണ്ടിയോ? എന്റെ വണ്ടിയാണ്. ഇനി ഫോൺ തന്നെ കേടാ. ഏതാ എന്റെ വണ്ടി? വൈബ്രേറ്റ് ചെയ്തില്ല. മഴയില്ലേ? അത്രേ ഉള്ളു. ഈ വണ്ടി നമ്മൾ ലോഡ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വീഡിയോ എടുത്തതാണ്. ചെറുക്കൻ നമ്മളെ വിളിച്ചുകൊണ്ട് പോയി എൻ്റെ വണ്ടി വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് കാണിച്ച വണ്ടിയാണ്. അഖിൽ എന്നാണ് അവൻ്റെ പേര്. ചെറുക്കൻ ഇന്നലെ രാത്രി വരുന്ന വഴിക്ക് മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പം അരിങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ മുമ്പിലൊരു വണ്ടി പെട്ടെന്ന് നിർത്തുകയും കൈ കാണിക്കുകയും അതിൻ്റെ ബാക്കിൽ ഈ വണ്ടി ബ്രേക്ക് ഇട്ടാതെ ഇവൻ്റെ വണ്ടിയിൽ എയർ ഇറങ്ങിപ്പോയി വന്ന് ഇടിക്കുകയും അങ്ങനെ ഒരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായി. ആളുടെ ഉപയോഗം അങ്ങനെയൊന്നുമില്ല. പക്ഷേ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ക്യാബിന് മൊത്തം ഗുരുതരമായ പരിക്കുണ്ട്. ഇതാണ് സാഹചര്യം. ആഘോഷമുണ്ട്. നല്ല സന്തോഷത്തോടെ പോയാണ്. കാണുമ്പോൾ നല്ല സങ്കടമുണ്ട്. ലാൽ എന്ന് പറയുന്നൊരു ഡ്രൈവറിന് ഇതേ സാഹചര്യത്തിൽ 2 ആഴ്ച മുമ്പ് ഇതേ ലൊക്കേഷനിൽ തന്നെ ഇങ്ങനൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. ഇത് എക്സൈസ് ഓഫീസിൻ്റെ അവിടെ ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് പതിവാണ്. അപ്പോൾ എല്ലാ ഡ്രൈവർമാരും സൂക്ഷിച്ച് സേഫായിട്ട് വണ്ടി ഓടിക്കുക. മഴയും കൂടാണ്. അപ്പോൾ അതിനനുസരിച്ച് സേഫായിട്ട് എല്ലാവരും വണ്ടി ഓടിക്കുക. നമുക്ക് പാസ് കിട്ടിയകത്ത് കയറിയിരിക്കുന്ന കേസ് മങ്ങാടാണ് ലോഡ് കിട്ടിയിരിക്കുന്നത്. മങ്ങാട് കൊല്ലം മങ്ങാട്. നമ്മൾ പോകുന്ന റൂട്ട് നേരെ അരിങ്കാവ്, തെമ്മല, പുനലൂർ, കുന്നിക്കോട്, കൊട്ടാരക്കര, കല്ലുന്താഴം. കൊല്ലം വരെ പോകേണ്ട കല്ലുന്താഴത്തുനിന്ന് റൈറ്റ് എറണാകുളം റോഡ് കയറിയിട്ട് അവിടെ തന്നെയാണ് എറണാകുളം റോഡ്. അങ്ങോട്ട് റൈറ്റ് കല്ലുന്താഴത്തുനിന്ന് ആ ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ റൈറ്റ് പോകുമ്പോൾ തന്നെ ഒരു 200-300 മീറ്റർ പോകുമ്പോൾ തന്നെ അവിടെ സർവീസ് റോഡിൻ്റെ അവിടെ റോഡ് പണി നടക്കും. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിടും. അവിടെ ഒരു അണ്ണനുണ്ട്, ലാലണ്ണൻ. അണ്ണൻ വന്നു കഴിഞ്ഞാൽ ലോഡ് വണ്ടിയകത്ത് കൊണ്ട് ലോഡ് ഇറക്കി തരും. അടിപൊളി സൈറ്റാണ്. കായലിൻ്റെ എൻഡിലാണ്. കായലിലോട്ടുള്ള റോഡ് തീരുന്നത് കായലാണ്. അവിടെ തന്നെയാണ് ലെഫ്റ്റ് സൈഡിലാണ് ഗോഡൗൺ. അപ്പം അവിടെ ചെന്നിട്ടത് വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഓക്കെ. ഞാൻ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വണ്ടിക്കൊരു കുലുക്കം. ലോഡ് വന്ന് വീഴുന്തോറും വെയിറ്റ് വന്ന് വീഴുകയാണ്. അപ്പം വണ്ടി ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ചെറിയൊരു ഷേക്ക് പോലെ വണ്ടി കുലുങ്ങുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ആരും പേടിക്കേണ്ട. അങ്ങനെ ഒരു വണ്ടി കണ്ട് അവിടെ ബിജുപാലൻ ഓടിക്കൊണ്ടിരുന്നു. ഇപ്പം അജിത്ത് എന്ന് പറയുന്നത്. എൻ്റെ പേര് അജിത്ത് എന്നാണ്. ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിൻ്റെ പേര് അജിത്ത് എന്നാണ്. അജിത്തിൻ്റെ വണ്ടിയാണത്. അത് ലോഡ് കായംകുളമാണ്. അപ്പം എനിക്ക് കൊല്ലം. അത് ടാർപ്പിട്ട് ഇപ്പം മഴ പെയ്യുന്നതുകൊണ്ട് ഈ അവസ്ഥയിൽ വെളിയിറക്കാൻ പറ്റത്തില്ല. നേരത്തെ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ലോഡ് കയറ്റിയ ഉടനെ അവിടെ കൊണ്ട് 40 മിനിറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് വെളിയിൽ കൊണ്ടിടുമ്പോൾ അവർ ലോഡിങ്ങുകാർ തന്നെ വന്നിട്ട് ഈ കയറ് കെട്ടുന്ന ആൾക്കാർ വന്നിട്ട് ടാർപ്പിട്ട് അവർ കയറ് കെട്ടിത്തരും. 100 രൂപ നമുക്ക് കമ്പനി അലോടുള്ളൂ. പക്ഷേ ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് 150 രൂപ മേടിക്കും. അതുപോലെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് 150 രൂപ മേടിക്കുന്നത്. അപ്പോൾ
150 രൂപയ്ക്ക് ഇപ്പം നമ്മൾ തന്നെ ടാർപ്പ് ഇടേണ്ട അവസ്ഥയാണ് ഈ മഴ ഉള്ളപ്പോൾ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് തലവേദന. സിമെൻ്റെല്ലാം നനഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ നടക്കണം. അപ്പോൾ അതിന് മുൻപിട്ടായിട്ട് മഴയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ലോഡ് കയറ്റി 40 മിനിറ്റ് ഇവിടെ തണുപ്പിക്കാനിടുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ടാർപ്പ് എടുത്തിട്ട് അങ്ങ് മൂടും. അപ്പോൾ അവർ വെളിയിലോട്ടിട്ട് കഴിഞ്ഞാൽ കയറ് മാത്രം കെട്ടിയാൽ മതി, വേറെ പരിപാടിയൊന്നുമില്ല. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അജിത്ത് ഡ്രൈവർ കൊണ്ട് അതാണ്. പുള്ളി അവിടെ നിന്ന് ഫോണിൽ കളിക്കുകയാണ്. ഫോണിലല്ല, പാസ് നോക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെയും ഫോൺ അലോഡല്ല. വണ്ടിക്കകത്തിരുന്ന് നമുക്ക് ഫോൺ യൂസ് ചെയ്യാം. വെളിയിരുന്ന് ഫോൺ എടുത്ത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഫൈനുണ്ട്. അപ്പോൾ നമുക്ക് വെളിയിൽ അങ്ങനെ ഫോൺ അലോഡല്ല. വെളി നിന്നാൽ പോലും ഉണ്ടായിരിക്കുന്ന ഹെൽമെറ്റ്, ആ ഹെൽമെറ്റ് ഇട്ടിട്ട് വേണം വെളിയിൽ ഇറങ്ങാൻ എന്നാണ് ഇവിടുത്തെ റൂൾസ്. പക്ഷേ സെക്യൂരിറ്റീസ് ചെക്കിങ്ങിനൊക്കെ ഇടയ്ക്ക് വരും. ഈ ടൈമിലൊന്നും കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളിങ്ങനെ വണ്ടി തന്നെ ഇരിക്കും, നമ്മളിറങ്ങി വെളിയിൽ പോകാൻ നിൽക്കത്തില്ല. പിന്നെ ഈ പറയുന്ന പോലെ അടുത്ത വണ്ടിക്കാരും കൂട്ടുകാരൊക്കെ ഉള്ളപ്പം അമ്മമാർ വന്ന് അടുത്ത് നിന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഇറങ്ങി നിന്ന് സംസാരിക്കും. അതുകൊണ്ട് ഒരു ARSൻ്റെ വണ്ടി വരും, ഇവിടെ ലോഡ് കയറ്റാൻ വരുവാന്ന് തോന്നുന്നു. നമ്മുടെ ഒരു അറിയുന്ന ഡ്രൈവറാണത്. ആ ഡ്രൈവറിൻ്റെ പേര് ജിബിൻ എന്നോ അങ്ങനെ എന്തോ ആണ്. പുള്ളിക്കാരൻ കോമഡിയാണ്. ക്യാപിറ്റലിൽ ഓടിക്കൊണ്ടിരുന്ന അവിടുന്ന് എന്തോ പ്രശ്നം കാരണം ഇറങ്ങിയിട്ട് ARSൽ കയറിയതാണ്. ARSൽ വണ്ടിയാണ് ഇപ്പോൾ ഓടിക്കുന്നത്. അപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതവസ്ഥയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ലോഡൊക്കെ ആയിട്ട് ഇറങ്ങി വർക്ക്ഷോപ്പിൽ നിന്ന് യൂസഫൊക്കെ വിളിച്ചായിരുന്നു. അപ്പം ഇവിടെ വന്ന് 2 ജാക്കി കൊണ്ടുപോകണം. ഒരു വണ്ടി ഷംനാഥ് എന്ന് പറയുന്ന ഡ്രൈവറിൻ്റെ വണ്ടി വഴി കിടക്കുന്ന. അപ്പോൾ അതിന് 2 വീല് ടയറാണ്. ടയർ പഞ്ചർ മാറ്റാൻ വേണ്ടിയിട്ട് 2 ജാക്കി തന്നിട്ടുണ്ട്. 2 വീലായതുകൊണ്ടാണ് 2 ജാക്കി തന്നിട്ടേക്കുന്നത്. 2 ജാക്കിയും 2 ഒരു വലിയ ലിവറും ചെറിയ ലിവറും ഒരു വീൽ സ്പാൻഡറും ഉണ്ട്. അപ്പോൾ അതവിടെ കൊടുക്കണം, അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെറിയ പരിപാടികളുണ്ട്. നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് കയറുന്ന റോഡാണത്. ഇത് മാരുതിയുടെ ഒരു ഷോറൂമാണ്. കാറുകളാണ് മൊത്തം അവിടെ കിടക്കുന്നത്. മൊത്തം കാറാണ്, മാരുതിയുടെ വണ്ടികളാണ്. എല്ലാ മോഡൽ വണ്ടികളും ഇവിടെ ഉണ്ട്. ഇത് നമ്മളിങ്ങനെ ഇനി നേരെ ഒറ്റ പോക്ക് ആ വണ്ടിയെ രക്ഷിക്കണം. ആ വണ്ടി പഞ്ചറായി വഴി കിടക്കുകയാണ്. രാവിലെ ഇന്നലെ എങ്ങാണ്ട് പോയതാണ്. എപ്പം പോയതാണെന്ന് അറിയത്തില്ല. എന്തായാലും വഴിയിലാണ്. കുറ്റാലം കഴിഞ്ഞിട്ട് കുറ്റാലം ഭാഗം അവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് മഴയത്ത് വേണം ടയർ മാറ്റാൻ. അപ്പോൾ ആ ഒരു സാഹചര്യം, അവിടുത്തെ അവസ്ഥയൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. റോഡായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ കിലോമീറ്റർ 6 ലക്ഷം ആകാൻ പോവുകയാണ്. കഴിഞ്ഞു 5999 6,000. വാ, കൊള്ളാം. 6 ലക്ഷം കിലോമീറ്റർ ആയിരിക്കുന്നു നമ്മുടെ ചിറകൻ. ആ സുവർണ ഒരു നിമിഷം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കും. ഓക്കെ, ഈ പെരുമഴയാണ്, ഭയങ്കര മഴ, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. ഞാൻ വണ്ടി ഇവിടെ നിർത്തുമ്പോൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.